ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു ബീഫ് കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഐറ്റംസാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ബീഫ്, തേങ്ങാക്കൊത്ത്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, പച്ചമുളക്, വേപ്പില, മല്ലിയില, സവാള, ഇഞ്ചി, തക്കാളി. മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും നല്ലോണം വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് അതും കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വേപ്പില, സവാള, ഇഞ്ചി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതിലേക്ക് തന്നെ ഇടുക. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം വഴറ്റിയെടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊടികളൊക്കെ നമ്മൾ എത്രയാണോ ബീഫ് മേടിക്കുന്നത് അതനുസരിച്ച് പൊടികൾ ഇട്ടാൽ മതി കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി. പച്ചമണം മാറുന്നത് വരെ അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പൊടികളൊക്കെ നല്ലോണം പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇടുക. ഉരുളക്കിഴങ്ങും അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതും അതിലേക്കിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫും അതിലേക്ക് ഇടുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഉപ്പ് പോരാ എങ്കിൽ നമുക്ക് ഉപ്പ് ഇടാം കേട്ടോ. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അങ്ങോട്ട് അടച്ചു വയ്ക്കുക. ഒരു 4-5 വിസിൽ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ബീഫ് മേടിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.